വീണ്ടും ചില പുതിയ അപ്ഡേറ്റുകളുമായി വാട്സ്ആപ്പ്. പുതിയ ടൈപ്പിംഗ് ഇൻഡിക്കേറ്ററാണ് വാട്സ്ആപ്പ് അവതരിപ്പിക്കുന്ന ഒരു അപ്ഡേഷൻ. ഈ ആഴ്ച മുതൽ ഐഫോൺ, ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ഈ ഫീച്ചർ ലഭ്യമാകും. അത് ആരാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന് കാണാൻ ഇതിലൂടെ സാധിക്കും. പലർക്കും ഈ ഫീച്ചർ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് മെറ്റ. പേഴ്സണൽ ചാറ്റിലും ഗ്രൂപ്പിലും ടൈപ്പ് ചെയ്യുന്നതിനായി കാണിക്കുന്ന പുതിയ ടൈപ്പിംഗ് ഇൻഡിക്കേറ്ററാണിത്. ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കുന്ന 3 മാർക്കുകൾ ചാറ്റ് ബോക്സിൽ കാണിക്കും. ചാറ്റുകളിലെ റിയൽ ടൈം എൻഗേജ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഫീച്ചർ കൊണ്ടുവരുന്നത്. ടൈപ്പ് ചെയ്യുന്ന ആളുകളുടെ DP കാണാനാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഗ്രൂപ്പ് ചാറ്റുകളിൽ ഈ ഫീച്ചർ ഇൻട്രസ്റ്റിംഗ് ആണ്. വാട്സ്ആപ്പ് ഉപഭോക്താക്കൾ തങ്ങൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഡിസ്പ്ലേ ചിത്രത്തിന് താഴെയായി ടൈപ്പിംഗ് ഐക്കൺ വരും. വ്യക്തി ടൈപ്പ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റ് നീങ്ങുകയും തുടർന്ന് ഓൺലൈൻ സ്റ്റാറ്റസ് കാണിക്കുകയും ചെയ്യും. വാട്സ്ആപ്പ് ഈയിടെയായി നിരവധി ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല. റിമൈൻഡർ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് വാട്സ്ആപ്പ്. പ്രിയപ്പെട്ടവരുടെ പിറന്നാളും വിശേഷ ദിവസങ്ങളും മറന്നു പോകാതെ ഇതിലൂടെ റിമൈൻഡ് ചെയ്തു വെക്കാൻ സാധിക്കും. അതുവഴി പ്രിയപ്പെട്ടവരുടെ സ്റ്റാറ്റസുകളും മെസ്സേജുകളും നമ്മളെ വാട്സ്ആപ്പ് അറിയിക്കും. സ്ഥിരമായി ഉപയോഗിക്കുന്നതോ ഫേവറേറ്റ് കോൺടാക്റ്റുകളോ ആയി സേവ് ചെയ്തിരിക്കുന്ന ആളുകളുടെ സ്റ്റാറ്റസുകളെയും കോൺടാക്റ്റുകളെയും മെസ്സേജുകളെയും കുറിച്ചാണ് വാട്സ്ആപ്പ് റിമൈൻഡർ തരിക. ചാനലുകൾ കാണാനും അതിൽ ചേരാനും ഉപഭോക്താക്കൾക്ക് ഫലപ്രദമായ ഒരു ഫീച്ചറും അടുത്തിടെ വാട്സ്ആപ്പ് അവതരിപ്പിച്ചിരുന്നു. ചാനലുകളിൽ ചേരാൻ QR കോഡുകൾ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനവും ഇതിൽ വന്നിരുന്നു. ഇതിനായി ഒരു ചാനലിനായുള്ള QR കോഡ് ആക്സസ് ചെയ്യുന്നതിന് ഉപഭോക്താക്കൾ ചാനലിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. മുകളിൽ വലതുവശത്തുള്ള 3 ഡോട്ട് ബട്ടണുകളിൽ ടാപ്പ് ചെയ്ത് ഷെയർ മെനുവിലേക്ക് പോവുക. അവിടെ ചാനൽ QR സൃഷ്ടിക്കുന്നതിനും ഷെയർ ചെയ്യുന്നതിനുമുള്ള ഓപ്ഷൻ കണ്ടെത്താനാകും. അടുത്തിടെയായി ധാരാളം ഫ്രണ്ട്ലി അപ്ഡേഷൻസ് ആണ് വാട്സ്ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റാറ്റസ് മെൻഷൻ ഓപ്ഷൻ എല്ലാം ഇതിലൊന്നായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് പുതിയ അപ്ഡേഷനുകൾ.